കാസർഗോഡ് പുലിക്കുന്ന് ഐവർ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിൽ അനുഗ്രഹം ചൊരിഞ്ഞ് ആലിത്തെയ്യം എത്തി. ഇതര ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് മുസ്ലിം തെയ്യം ഇറങ്ങുന്ന കേരളത്തിലെ വളരെ അപൂർവം ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നാണ് ഐവർ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം. ലഘുവായ ചമയമാണുള്ളതെങ്കിലും അല്പനേരം വേണം അണിയിച്ചൊരുക്കാൻ. തലയിൽ പരുത്തി തുണി കൊണ്ട് ഉറുമാൽ കെട്ടി മുറുക്കണം. ശേഷം കസവ് കെട്ടണം. പിന്നീട് കിലുങ്ങുന്ന വെള്ളി മണികളിട്ട കിരീടം ധരിപ്പിക്കും. മുഖത്ത് കരിഞ്ചായം പൂശും. പിന്നെ കാച്ചിയുടുത്ത് അരപ്പട്ട കെട്ടിമുറുക്കി കയ്യിൽ വെള്ളിയിൽ തീർത്ത ദണ്ടും വാളും പരിചയവുമായാണ് തെയ്യം ഇറങ്ങുക. രണ്ടുപേരാണ് ചമയക്കാർ. ചമയം കഴിഞ്ഞ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ പരിവാരസമേതം ക്ഷേത്രസന്നിധിയിലെത്തും. ദേവചൈതന്യം ആവാഹിച്ച് ആലിത്തെയ്യം ഭക്തജനങ്ങൾക്ക് ഉപദേശ ദർശനങ്ങൾ നൽകും. മഞ്ഞൾ പ്രസാദം നൽകും. മഞ്ചേശ്വരം ഹൊസങ്കടി സ്വദേശിയായ KV അനിലാണ് ഇത്തവണ കോലാധാരി പട്ടം ലഭിച്ച് ആലിത്തെയ്യം അണിയുന്നത്. ഈ മുണ്ടുടുക്കലാണല്ലോ മുസ്ലിംസിൽ. ആ മുണ്ട് കാച്ചി മുണ്ടാണ്. കാച്ചി മുണ്ട് 5 മുണ്ട് 7 മുണ്ട് ഇങ്ങനെ ഉടുക്കുന്ന പറഞ്ഞാൽ ഒരു കാച്ചിമുണ്ട് മുട്ടിന് മിത്ത. ഈ തൊപ്പി വെക്കുന്നതിന് അത് ആകൃതിയിൽ കെട്ടാൻ പറ്റും. ഇങ്ങനെ ഇങ്ങോട്ട് കെട്ടാം, പിന്നെ ബാക്കിൽ കെട്ടാൻ തൊപ്പി വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ കെട്ടും. ആ കെട്ടുമ്പോഴാണ് അതിൻ്റെ ബൈ മാറിയോ എല്ലാം തൊപ്പിയും ഇല്ല. മുസ്ലിംസിന് 5 നേരം നിസ്കാരമല്ലേ, 5 നിസ്കാരം ഉണ്ടാവും. അപ്പോൾ 5 നിസ്കാരം ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ പിന്നെ നിസ്കാരം ചെയ്യുമ്പോഴേക്കും ഇയാളെ വെള്ളത്തിൽ മുക്കുന്നതാണ് ഇതാണ്. നിലവിലെ കോലാധാരി വിജയനാടൂർ അന്തരിച്ചതിനാലാണ് അനിലിനെ കോലാധാരിയാക്കിയത്. ഇതാദ്യമായാണ് തെയ്യച്ചമയം അനിൽ അണിയുന്നത്. ആചാരപ്രകാരം ചമയം അണിഞ്ഞു കഴിഞ്ഞാൽ ഇനി അനിലിന് ആലിത്തെയ്യം മാത്രമേ അണിയാൻ അവകാശമുള്ളൂ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ വേണ്ടത് അത്യാവശ്യമാണ്. അതായത് നമുക്കൊരു മതസൗഹാർദ്ദം കൂട്ടി ഉറപ്പാക്കാനും പിന്നെ സൗഹാർദ്ദം നിലനിർത്താനും ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ അത്യാവശ്യമാണ്. അപ്പോൾ അത് പ്രകാരമാണ് ഇപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. ഈ നമ്മൾ തീയക്ഷേത്രമാണെങ്കിലും മറ്റ് പല മതസ്ഥരും വരുന്നുണ്ട്. മറ്റ് ജാതിക്കാരും ഉയർന്ന ജാതിക്കാരും എല്ലാവരും ഇവിടെ വന്നിട്ട് ആരാധന നടത്തുന്നു. ബാലു കാടകം, പാടാർകുളങ്ങര ക്ഷേത്രത്തിലെ ആലിത്തെയ്യ കോലാധാരി ചന്ദ്രൻ എന്നിവരുടെ ശിക്ഷിത്വം സ്വീകരിച്ചാണ് കോലാധാരി അനിൽ മുസ്ലിം മന്ത്രവാദിത്തെയ്യമായ ആലിത്തെയ്യത്തിൻ്റെ നിയോഗം ഏറ്റെടുത്തത്. കാസർകോട്ടെ വിശ്വാസി സമൂഹത്തിൻ്റെ മതേതര ജീവിതത്തിൻ്റെ ദൃഷ്ടാന്തം കൂടിയായാണ് ആലിത്തെയ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. പുതിയ കാലത്ത് നിരവധി പുതിയ സ്റ്റോറികൾ കൊണ്ട് കേരളം വിവാദത്തിലാവുമ്പോൾ ഇങ്ങനെയും ചില സ്റ്റോറികൾ കേരളത്തിലുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ക്യാമറമാൻ ഇന്ദ്രജിത്ത് അമ്പാടിക്കൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം, കാസർഗോഡ്.